കാറുകളുടെ എവല്യൂഷനിൽ കഴിഞ്ഞ 10 വർഷങ്ങളുടെ ഇടയിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നത് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമുണ്ടായില്ല. ടെസ്ല, മെഴ്സിഡീസ്, BMW, ഫോക്സ് വാഗൻ പോലുള്ള ബ്രാൻഡുകൾ മിനിമലിസ്റ്റിക് ഡിസൈൻ എന്ന പേരിൽ കംപ്ലീറ്റ് ആയിട്ട് ഫിസിക്കൽ ബട്ടൺസിനെയും റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനു പകരമായി സ്ലീക്ക് ആയിട്ടുള്ള ഡിസ്പ്ലേസ് കൊടുത്തിട്ടുണ്ട്. നാൾക്കുനാൾ ഈ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ സൈസും ഇൻക്രീസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. റീസെന്റ് ആയിട്ടുള്ള MG എന്ന ബ്രാൻഡിന്റെ വിൻസർ EVയിൽ 16 ഇഞ്ചിന്റെ വലിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് നൽകിയത്. ഒരു സൈഡിൽ ഈ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആക്യുറേറ്റ് ആയിട്ടുള്ള നാവിഗേഷനും കാറിനോട് ഇന്ററാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ആഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള പോസിറ്റീവ്സ് വളരെയധികമുണ്ട്. മറുവശത്ത് സേഫ്റ്റി കോൺഷ്യസിലുള്ളവർ ഈ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനാൽ വളരെയധികം ഡിസ്ട്രാക്ഷൻ ഏർപ്പെടുത്തുന്നു എന്നുള്ളതും അതിലൂടെ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവരുടെ കൺസേണായി വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് കാർ ബ്രാൻഡുകൾ എല്ലാ ഫംഗ്ഷനെയും ഈ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. കാർ മാനുഫാക്ചേഴ്സിന് ഓരോരോ ഫിസിക്കൽ ബട്ടണും വളരെയധികം വയറിംഗ്സും അതിനോട് ചേർന്ന മെറ്റീരിയൽസും ആവശ്യമായി വരും. നമ്പർ ഓഫ് പാർട്സ് ആഡ് ആകുമ്പോൾ കാർ നിർമ്മാണ കമ്പനികളുടെ കോസ്റ്റും ഇൻക്രീസ് ആകും. അതുമാത്രവുമല്ല, ഓരോരോ പാർട്ടും ഫെയിൽ ആകുമ്പോൾ അവർക്കതൊരു വലിയ പ്രശ്നമായി മാറും. ഇതെല്ലാത്തിനെയും അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലെ എല്ലാ കൺട്രോൾസിനെയും കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇന്റീരിയറിൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടും തോന്നും. വാഹന നിർമ്മാണ കമ്പനികൾക്ക് ചിലവും കുറയും. അതുകൊണ്ടുകൂടിയാണ് കാർ മാനുഫാക്ചേഴ്സ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനെ പുഷ് ചെയ്യുന്നത്. മറുവശത്ത് യൂസേഴ്സിനെ കുറിച്ച് നോക്കുമ്പോൾ എല്ലാ ഓപ്ഷനെയും ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഹോം സ്ക്രീനിൽ വയ്ക്കാൻ സാധിക്കില്ല. ചില ഓപ്ഷൻസിനു വേണ്ടി സെറ്റിംഗ്സിന്റെ ഉള്ളിൽ പോയി ലെവൽ ബൈ ലെവലായി എടുക്കേണ്ടതായി വരും. ഇതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ വലിയ ഡിസ്ട്രാക്ഷനും ഉണ്ടാക്കും. ഈ വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനെ പറ്റിയുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആവറേജായി ഒരു യൂസർ 5 തുടങ്ങി 40 സെക്കൻഡ്സ് വരേക്കും ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ നോക്കേണ്ടതായി വരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 20% അപകടങ്ങൾ ഇതുവഴി നടക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും ഒരു ഇലക്ട്രോണിക് ഉപകരണമായതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് സിസ്റ്റം തന്നെ ഫെയിലിയർ ആകാനും ചാൻസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ സേഫ്റ്റി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഹസാർഡ് ലൈറ്റ് പോലുള്ള കാര്യങ്ങളെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ വയ്ക്കുമ്പോൾ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തന്നെ ഫെയിലിയർ ആകുകയാണെങ്കിൽ ഹസാർഡ് ലൈറ്റ് പോലുള്ള കാര്യങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാൻ പോലും സാധിക്കില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷനെ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനും സാധിക്കാതെ വരും. മറ്റൊരു കാര്യം, എന്തെങ്കിലും കാരണവശാൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനെ തന്നെ റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 30,000 തുടങ്ങി 40,000 രൂപ വരെ ചിലവാക്കേണ്ടതായും വരും. മോഡേൺ കാറുകൾക്ക് യൂറോ NCAPൽ അവരുടെ വെഹിക്കിൾ സേഫ്റ്റി റേറ്റിംഗ് പ്രോട്ടോകോൾസിൽ പുതിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിക്വയർമെന്റ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ലോകം മുഴുവനുമുള്ള NCAP റേറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ യൂറോ NCAP വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി എന്ന് തന്നെ പറയാം. ഈ യൂറോ NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ബട്ടൺസ് ഇല്ലാതെ വെറും ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം മാത്രമാണ് ഉള്ളതെങ്കിൽ സാധിക്കുകയില്ലെന്നും അറിയിച്ചിരിക്കുന്നു. 5 പ്രധാന സേഫ്റ്റി റേറ്റഡ് ഫംഗ്ഷൻസിൽ ഫിസിക്കൽ ബട്ടൺ അല്ലെങ്കിൽ റോട്ടറി ഡയൽസ് പ്രധാനമായും നൽകിയിരിക്കണമെന്നും അറിയിച്ചിരിക്കുന്നു. ഇൻഡിക്കേറ്ററിന് യൂസ് ചെയ്യുന്ന സ്വിച്ചസ്, ഹസാർഡ് ലൈറ്റിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ചസ്, വൈപ്പേഴ്സിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ചസ്, ഹോണിനും SOSനും യൂസ് ചെയ്യുന്ന ബട്ടൺസും ഫിസിക്കലായി ഉണ്ടായിരുന്നാൽ മാത്രമാണ് 5 സ്റ്റാർ റേറ്റിംഗ് നൽകുകയുള്ളൂ എന്ന് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് തന്നെ നൽകിയിരിക്കുന്നു. ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ ഈ ഫീച്ചേഴ്സിന് എവിടെയാണുള്ളത് എന്ന് അറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ നൽകുന്നത് വളരെ വലിയൊരു സേഫ്റ്റി കൺസേൺ ആണെന്നും അറിയിച്ചിരിക്കുന്നു. ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന് എന്റർടൈൻമെന്റ്, നാവിഗേഷൻ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. ക്രിട്ടിക്കൽ ആയിട്ടുള്ള സേഫ്റ്റി ആസ്പെക്ട് ആയിട്ടുള്ള വിഷയങ്ങൾക്ക് ബട്ടൺസിൽ മാത്രമേ നൽകാവൂ എന്നും കൃത്യമായി അറിയിച്ചിരിക്കുന്നു. 2026 പ്രോട്ടോകോളിൽ നിന്ന് ഫിസിക്കൽ ബട്ടൺസ് ഉണ്ടായിരുന്നാൽ മാത്രമാണ് 5 സ്റ്റാർ റേറ്റിംഗ് നൽകുകയുള്ളൂ എന്ന ഈ അറിയിപ്പിൽ നിന്ന് കാർ നിർമ്മാണ കമ്പനികൾക്ക് അവരുടെ ഡിസൈൻ ലേഔട്ട് വീണ്ടും റീഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ഈവൻ പ്രീമിയം കാർസിൽ പോലും ഫംഗ്ഷൻസിൽ ബട്ടൺ സ്വിച്ച് നൽകേണ്ടതായി വരും. പുതിയ തലമുറയിലുള്ള കാറുകളിൽ എത്ര തന്നെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വന്നാലും ബട്ടൺസ് അല്ലെങ്കിൽ ഡയലിൽ റോൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫിസിക്കൽ ഫീലിംഗ് വേറെ എന്തിലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് യൂറോ NCAPൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗ്ലോബൽ NCAP, ഭാരത് NCAP എന്നുള്ളവയും ഉടൻ തന്നെ ഇത് അഡോപ്റ്റ് ചെയ്യും. ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ നിന്ന് മാറി മുൻപുണ്ടായിരുന്നതുപോലെ ഫിസിക്കൽ ബട്ടൺസിലൂടെയോ ഡയലിലൂടെയോ ഫംഗ്ഷൻസ് മാറ്റുന്നതിനെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.